സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുറിശ്ശേരി. എൻ്റെ ബാല്യകാലത്ത് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും റോഡുകളെല്ലാം തൂത്ത് വെടുപ്പാക്കിയിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളികളായ സ്ത്രീകൾ തൂത്തുകൂട്ടുന്ന ചവറും പുരുഷന്മാർ ഓടകൾ വൃത്തിയാക്കി കോരിയിടുന്ന മാലിന്യവും ചേർത്ത് കാളവണ്ടി വന്ന് കൊണ്ടുപോകും. ഇതൊരു മുടക്കവും ഇല്ലാതെയുള്ള പതിവായിരുന്നു. വെളുപ്പിന് തന്നെ വീടും പരിസരവും വൃത്തിയാക്കുന്ന കേരളീയ സംസ്കാരത്തിന്റെ ഒരു വിപുലീകരണം തന്നെയായിരുന്നു അന്നത്തെ നഗര ശുചീകരണവും. ഏകദേശം 6-7 വയസ്സ് മുതൽ ഞാനും മൂത്ത സഹോദരനും കൂടി ഹിന്ദി ക്ലാസ്സിൽ പോകുമായിരുന്നു. അങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ കൃത്യമായി കണ്ടുകൊണ്ടിരുന്നത്. രാവിലെ തന്നെ കുളിയും കഴിഞ്ഞ് വൃത്തിയുള്ള റോഡിലൂടെയുള്ള യാത്ര വളരെ ഉന്മേഷം തരുന്നതായിരുന്നു. റോഡ് വൃത്തിയായതുകൊണ്ട് അന്ന് തെരുവുനായ ശല്യവുമില്ല. ഇന്ന് ഏതെങ്കിലും പ്രധാന റോഡുകളിൽ മാത്രമാണ് പ്രഭാതങ്ങളിൽ കൃത്യമായി ശുചീകരണം നടക്കുന്നത്. റോഡരികിൽ മാലിന്യങ്ങൾ കൂടുന്നതുകൊണ്ട് തെരുവുനായ ശല്യത്തിനും കുറവില്ല. വെളുപ്പിന് വ്യായാമ നടപ്പിനായി ഇറങ്ങുന്നവരെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. ഇവിടെയും കൃത്യമായ മേൽനോട്ടത്തിന്റെ അഭാവം തന്നെയാണ് കാണുന്നത്. താഴെത്തട്ട് മുതൽ ഓരോ പ്രവൃത്തി ചെയ്യുന്നവരെയും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വീഴ്ചകൾ ഉണ്ടായാൽ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോയാൽ കാര്യങ്ങൾ കൃത്യമായും ഭംഗിയായും നടപ്പിലാക്കാൻ കഴിയും. നാടിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ അതിൻ്റെ ശുചിത്വം പ്രധാന ഘടകമാണ്. മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിയതുകൊണ്ട് മാലിന്യം ഇല്ലാതാകുമോ? പ്രതിജ്ഞ അല്ല, നാടിനാവശ്യം പ്രവൃത്തിയാണ്. അധികാരികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയൂ. ഭരണാധികാരികൾ മുതൽ താഴേക്ക് ഓരോരുത്തർക്കും കാര്യക്ഷമമായും ഉത്തരവാദിത്വ ബോധത്തോടെയും ജോലികൾ ചെയ്യിക്കാനുള്ള ആർജവം ഉണ്ടാകണം. അത്തരത്തിലുള്ള ആർജവം ഉണ്ടാകണമെങ്കിൽ അവർ സ്വയം തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നവർ ആകണം. അതിൻ്റെ പോരായ്മകളാണ് ശുചീകരണ കാര്യങ്ങളിലും സംഭവിക്കുന്നത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കാത്തവർക്കും വൃത്തികേടാക്കുന്നവർക്കുമുള്ള ശിക്ഷകൾ കർശനമാക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിരന്തര നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ നമ്മുടെ നാടും സുന്ദരമാക്കാവുന്നതേ ഉള്ളൂ. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പുതിയ രീതികളെക്കുറിച്ച് പഠിക്കാൻ പലപ്പോഴും പല നാടുകളിലേക്കും ബന്ധപ്പെട്ടവരെ അയക്കുന്നുണ്ട്. ഒന്നും ഫലപ്രാപ്തിയിലെത്തി കാണുന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗവും മാലിന്യവർദ്ധനവിന് ഒരു കാരണമാണ്. പ്ലാസ്റ്റിക് നിരോധനം ഫലപ്രദമായി നടപ്പിലാക്കാത്തത് മൂലവും പൊതുജനങ്ങളുടെ അനാസ്ഥ കാരണവും മാലിന്യം തോടുകളിൽ ഉൾപ്പെടെ നിറഞ്ഞിരിക്കുന്നു. തോടുകളുടെ വൃത്തിയാക്കലും കൃത്യമായ ഇടവേളകളിൽ നടക്കാത്തതുകൊണ്ട് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാകുന്നു. ഇലക്ട്രോണിക് മാലിന്യങ്ങളും ഒരു ഭീഷണിയായി നമ്മുടെ മുന്നിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ റോഡുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് കൃത്യമായ പരിപാലനമില്ലായ്മയാണ്. റോഡുകൾ യഥാസമയം ടാറിടുക. ഒരു റോഡ് ടാറിടുന്നതിന് മുൻപായി നിർദ്ദിഷ്ട വകുപ്പ് റോഡിൽ പണി ചെയ്യാൻ ഇടയുള്ള എല്ലാ വകുപ്പുകളുമായി ആശയവിനിമയം നടത്തി ഓരോ ജോലികളും അതാത് ക്രമത്തിൽ നടത്തുക. അവിടെ അഹംഭാവത്തിൻ്റെയോ വാശിയുടെയോ വിലക്കുകളില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സുഗമമായി നടത്താൻ കഴിയും. ഓടകളും വിദഗ്ധ മേൽനോട്ടത്തോടുകൂടി നിർമ്മിക്കുകയും കൃത്യമായി വൃത്തിയാക്കുകയും ചെയ്താൽ വെള്ളപ്പൊക്ക ദുരിതങ്ങളും പാഴ്ചെലവുകളും ഒഴിവാക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം തലപ്പത്തുള്ള ഏകോപനത്തിലും നിർവഹണത്തിലും ഭരണ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാവുകയും വേണം. കൃത്യമായും സ്ഥിരമായും സൂക്ഷ്മമായുമുള്ള ആസൂത്രണവും പരിപാലനവും മേൽനോട്ടവുമാണ് നാടിൻ്റെ വൃത്തി സംരക്ഷിക്കാൻ വേണ്ടത്. നാട് വൃത്തിയാക്കി ഇടുക എന്നത് ഓരോ പൗരൻ്റെയും കൂടി കടമയാണ്. ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വവും പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥരും പൗരബോധമുള്ള പൊതുജനങ്ങളും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാധാരണ മനുഷ്യരുള്ള നാട്ടിലെല്ലാം ഇത് സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തീർച്ചയായും സാധിക്കും. സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറിശ്ശേരി.